ആൽഡിഹൈഡ്സിനെ പ്രിപ്പയർ ചെയ്യാനുള്ള 2 മെത്തേഡാണ് നോക്കിയത്. ആദ്യത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആസിഡ് ക്ലോറൈഡ്സിനെ കറസ്പോണ്ടിങ് ആൽഡിഹൈഡായിട്ട് കൺവേർട്ട് ചെയ്യണ റോസൻമൺ റിഡക്ഷൻ. അതിൽ നമ്മൾ പലേഡിയം സപ്പോർട്ടഡ് വിത്ത് ബേരിയം സൾഫേറ്റ് ആണ് റിയാക്റ്റൻ്റ് ആയിട്ട്, അല്ലെങ്കിൽ എന്താ പറയുക, റിയേജൻറ്റ് അല്ലേ, ലിൻലേഴ്സ് കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസിൽ റിഡക്ഷൻ നടക്കുന്നതാണ്. പിന്നെ രണ്ടാമത്തെ നമ്മുടെ റിയാക്ഷനാണ് സ്റ്റീഫൻ റിയാക്ഷൻ. സ്റ്റീഫൻ റിയാക്ഷൻ അവിടെ നമ്മൾ ആൽക്കൈൽ നൈട്രൈലാണ് എടുത്തത്. അതിനെ സ്റ്റാനസ് ക്ലോറൈഡ് ഇൻ പ്രസൻസ് ഓഫ് HCl ഫോളോഡ് ബൈ ഹൈഡ്രോളിസിസ് നടത്തി കഴിയുമ്പോൾ ആൽഡിഹൈഡ് കിട്ടുന്ന റിയാക്ഷനാണ് നമ്മൾ നോക്കിയത്. ഇനി നമ്മൾ അടുത്തത് പറയാൻ പോകുന്ന റിയേജൻ്റ് ആണ് ഡിബാൽ എച്ച്, ഡൈബാൽ എച്ച്, ഡൈ ഐസോബ്യൂട്ടൈൽ അലുമിനിയം ഹൈഡ്രൈഡ്. ഡൈ ഐസോബ്യൂട്ടൈൽ അലുമിനിയം ഹൈഡ്രൈഡ്, ഇതാണ് നമ്മുടെ റിയേജന്റ്. ഡൈ ഐസോബ്യൂട്ടൈൽ അലുമിനിയം ഹൈഡ്രൈഡ്. ഇതിനെയാണ് ഡൈ ഡിബാൽ എച്ച് എന്ന് പറയുന്ന ഈ ഒരു ഷോർട്ട് ഫോമിൽ അറിയണത്. DI ഐസോബ്യൂട്ടൈലിൻ്റെ BU, ബ്യൂട്ടൈലിൻ്റെ BU, അലുമിനിയത്തിലെ AlH, അങ്ങനെ ഡിബാൽ എച്ച് എന്ന് പറയുന്ന ഷോർട്ട് ഫോമിലാണ് ഈ റിയേജന്റ് അറിയപ്പെടുക. അപ്പോൾ ഈ റിയേജന്റ് ഐസോബ്യൂട്ടൈലാണ്, അതായത് ബ്യൂട്ടൈൻ എന്ന് പറയുമ്പോൾ 4 കാർബൺ, ഐസോബ്യൂട്ടൈൽ എന്ന് പറയുമ്പോൾ ഈ രീതിയിൽ അറേഞ്ച് ചെയ്തതാണ് ഇവിടുന്ന് കണക്ഷൻ. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് കണക്ഷൻ വരുന്ന ഈ ഒരു ഗ്രൂപ്പാണ് ഐസോബ്യൂട്ടൈൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഡൈ ഐസോബ്യൂട്ടൈൽ, ഇവിടുത്തെ ഒരെണ്ണം പോയിട്ട് എന്താണ് അതിങ്ങനെ ഡൈമറൈസ് ചെയ്യും. ഡൈ ഐസോബ്യൂട്ടൈൽ അലുമിനിയം ഹൈഡ്രൈഡ്, ഇതാണ് ഡിബാൽ എച്ച് എന്ന് പറയുന്ന റിയേജന്റ്. ഇതിനെ സാധാരണ നമ്മുടെ ആരോയിലൊക്കെ കാണിക്കുകയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് കാണിക്കുക എന്ന് വെച്ചാൽ IBU ഐസോബ്യൂട്ടൈൽ എന്നുള്ളതിനെ നമ്മൾ എങ്ങനെയാണ് ചുരുക്കി കാണിക്കുക, IBU എന്നാണ്. ഐസോബ്യൂട്ടൈൽ ഡൈ ഐസോബ്യൂട്ടൈൽ അലുമിനിയം ഹൈഡ്രൈഡ് എന്നാണ് കാണിക്കുക. അപ്പോൾ ഇനി ഈ എങ്ങനെയാണ് ഏതൊക്കെ സബ്സ്ട്രേറ്റിലാണ് ഈ ഡിബാൽ എച്ച് ആക്ട് ചെയ്യുക, എങ്ങനെയാണ് ആൽഡിഹൈഡ് പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളത് നോക്കാം. ആസിഡ് ക്ലോറൈഡ് ആയിക്കോട്ടെ, ആൽക്കൈൽ നൈട്രൈൽ ആയിക്കോട്ടെ, എസ്റ്റർ ആയിക്കോട്ടെ, ഇതിനെയൊക്കെ ഡിബാൽ എച്ചിൻ്റെ പ്രസൻസിൽ ഡൈ ഐസോബ്യൂട്ടൈൽ അലുമിനിയം ഹൈഡ്രൈഡ് എന്ന് പറയുന്ന ഈ ഒരു റിയാക്റ്റൻറ്റിൻ്റെ പ്രസൻസിൽ റിയാക്ട് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് ഇമീനായിട്ട് മാറും. ഓക്കെ, അതിനെ നമ്മൾ ഫർദർ ആയിട്ട് ഹൈഡ്രോളിസിസ് നടത്തി കഴിഞ്ഞാൽ എന്ത് ഫോം ചെയ്യും, ആൽഡിഹൈഡ് ഫോം ചെയ്യും. ഓക്കെ, ഇവിടെ എസ്റ്റർ ഏതൊക്കെ റിയാക്റ്റൻസ് ഉപയോഗിക്കാം, എസ്റ്റർ, ആസിഡ് ക്ലോറൈഡ്, അല്ലെങ്കിൽ ആൽക്കൈൽ നൈട്രൈൽ, നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള എല്ലാത്തിനെയും ഡിബാൽ എച്ചുമായിട്ട് റിയാക്ട് ചെയ്യുകയാണെങ്കിൽ കറസ്പോണ്ടിങ് ഇമീൻ ഫോം ചെയ്യും. ഫർദർ ഹൈഡ്രോളിസിസ് നടത്തി കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് ആൽഡിഹൈഡ് ഫോം ചെയ്യും. അതാണ് ഡിബാൽ എച്ചിൻ്റെ റിയാക്ഷൻ. അപ്പോൾ നമുക്ക് കുറച്ച് ജനറൽ ആയിട്ടുള്ള റിയാക്ഷൻസ് നോക്കാം. ഒന്നുകൂടി പറയാം. ഡിബാൽ എച്ച് എന്ന് പറയുന്നത് ആസിഡ് ക്ലോറൈഡിനെയും ആൽക്കൈൽ നൈട്രൈലിനെയും എസ്റ്ററിനെയും കൺവേർട്ട് ചെയ്തിട്ട് ആദ്യം ഇമീനാക്കിയിട്ട് മാറ്റും. അതിനെ ഫർദർ ആയിട്ട് ഹൈഡ്രോളിസിസ് നടത്തി കഴിഞ്ഞാൽ ആൽഡിഹൈഡ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുക. അതായത് ആസിഡ് ക്ലോറൈഡിനെയും എസ്റ്ററിനെയും ആൽക്കൈൽ നൈട്രൈലിനെയൊക്കെ പാർഷ്യലായിട്ട് റെഡ്യൂസ് ചെയ്യിപ്പിച്ചിട്ട് ആൽഡിഹൈഡ് ഫോം ചെയ്യാനുള്ള ഈ ഒരു റിയാക്ഷനാണ് നമ്മൾ, അതിന് വേണ്ടിയിട്ടാണ് ഡിബാൽ എച്ച് എന്ന് പറയുന്ന ഡൈ ഐസോബ്യൂട്ടൈൽ അലുമിനിയം ഹൈഡ്രൈഡ് എന്ന് പറയുന്ന ഈ ഒരു റെഡ്യൂസിങ് ഏജന്റ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ജനറൽ ആയിട്ടുള്ള കുറച്ച് റിയാക്ഷൻസ് നോക്കാം. അപ്പോൾ ഏതാണ്, CH3 C ഡബിൾ ബോണ്ട് O Cl. ആസിഡ് ക്ലോറൈഡിനെ നമ്മൾ എന്തുമായിട്ട് റിയാക്ട് ചെയ്തു, ഡിബാൽ എച്ചുമായിട്ട്. IBU ഡൈ ഐസോബ്യൂട്ടൈൽ അലുമിനിയം ഹൈഡ്രൈഡ്. രണ്ടാമത് തന്നിട്ടുണ്ട് ഹൈഡ്രോളിസിസ് H2O. ഹൈഡ്രോളിസിസ് നടത്തി കഴിയുമ്പോൾ എന്താ ഫോം ചെയ്യുക, CH3 C ഡബിൾ ബോണ്ട് O H. ഓക്കെ, ഇത് ആസിഡ് ക്ലോറൈഡ്. ഇനി അതുപോലെ തന്നെ ആൽക്കൈൽ നൈട്രൈൽ CH3 C ട്രിപ്പിൾ ബോണ്ട് N. എഗെയിൻ ആരോയിൽ എന്താണ്, ഡിബാൽ എച്ച് ആണ് ആദ്യത്തെ റിയേജന്റ്. IBU ഡൈ ഐസോബ്യൂട്ടൈൽ അലുമിനിയം ഹൈഡ്രൈഡ് ഫോളോഡ് ബൈ ഹൈഡ്രോളിസിസ് H2O.
ആദ്യത്തെ ഫോളോഡ് ബൈ ഹൈഡ്രോളിസിസ്. അപ്പോഴും നമുക്ക് എന്താ പ്രോഡക്റ്റ് ഫോം ചെയ്യുക? CH3 C ഡബിൾ ബോണ്ട് OH. മൂന്നാമതായിട്ട് എസ്റ്ററാണ്. CH3 C ഡബിൾ ബോണ്ട് O C2H5. ഒരു എസ്റ്ററാണ്. ഇതിനെ ഡൈബാൽ എച്ചുമായിട്ട് റിയാക്ട് ചെയ്യാണ്. ഫസ്റ്റ് IBU ട്വൈസ് ALH ഡൈ ഐസോബ്യൂട്ടൈൽ അലുമിനിയം ഹൈഡ്രൈഡ്. ഫെർദർ ഹൈഡ്രോളിസിസ്. അപ്പോൾ എന്താ ഫോം ചെയ്യുക? ഇവിടേക്ക് രണ്ട് ഭാഗത്തേക്കും ഹൈഡ്രജൻ വരും. അപ്പോൾ എന്താ പ്രോഡക്റ്റ് ഫോം ചെയ്യണത്? CH3 C ഡബിൾ ബോണ്ട് OH. CH3 C ഡബിൾ ബോണ്ട് OH. ഈ ബോണ്ട് ബ്രേക്ക് ചെയ്തു. C2H5OH പ്ലസ് C2H5OH. ഓക്കെ. അപ്പോൾ അങ്ങനെ എല്ലാത്തിനെയും ഏതാണ്? ആസിഡ് ക്ലോറൈഡ്, നൈട്രൈൽ അല്ലെങ്കിൽ സയനൈഡ്സ് എന്ന് പറയും, അല്ലെങ്കിലോ എസ്റ്റേഴ്സ്, അതിനെയൊക്കെ നമുക്ക് റെഡ്യൂസ് ചെയ്യിപ്പിച്ചിട്ട് ആൽഡിഹൈഡ് ഫോം ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് ഈ ഡിബാൽ എച്ച് ഉപയോഗിച്ചിട്ട്. അപ്പോൾ നമ്മൾ റോസൻമൻ റിഡക്ഷൻ നോക്കി, ആസിഡ് ക്ലോറൈഡ്സ് വെച്ചിട്ട് ആൽക്കൈൽ നൈട്രൈൽസിൽ നിന്ന് സ്റ്റീഫൻ റിയാക്ഷൻ വഴി ആൽഡിഹൈഡ് ഫോം ചെയ്യണ ഒരു റിയാക്ഷൻ നോക്കി. അതുപോലെ തന്നെ എന്താണ് നമ്മൾ ഡിബാൽ എച്ച് വെച്ചിട്ടുള്ള ഒരു റിയാക്ഷനും നോക്കി. ഇനി നമുക്ക് അരോമാറ്റിക് ആയിട്ടുള്ള ആൽഡിഹൈഡ്സിനെ പ്രിപ്പയർ ചെയ്യാൻ, സ്പെസിഫിക് ആയിട്ട് അരോമാറ്റിക് ആൽഡിഹൈഡ്സിനെ പ്രിപ്പയർ ചെയ്യാനുള്ള കുറച്ച് റിയാക്ഷൻസ് നോക്കാം.